MBBS അഡ്മിഷന് ഇന്ത്യയിൽ കിട്ടാനായിട്ട് നമ്മൾ നീറ്റിന്റെ എക്സാമിൽ നല്ല സ്കോർ മേടിക്കുക എന്നുള്ളത് തന്നെയാണ് ചെയ്യേണ്ട കാര്യം. ഒരിക്കലും നിങ്ങൾക്ക് നല്ല സ്കോർ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇന്ത്യയിൽ തന്നെ മെറിറ്റ്, ഗവൺമെന്റിന്റെ മെറിറ്റിൽ നമുക്ക് ഒരുപക്ഷെ ഒരു 30,000 രൂപ പെർ ഇയറിൽ ഫീസ് വരുന്ന കോളേജുകൾ നമുക്ക് കിട്ടാൻ ചാൻസ് ഉണ്ട്. ഇന്ത്യയിൽ തന്നെ ആക്ച്വലി ഈ പറയുന്ന ഏറ്റവും കുറവ് ഫീസിൽ ഇപ്പം പ്രൈവറ്റ് അല്ലെങ്കിൽ ഡീംഡ് കോളേജസിന്റെ റേറ്റ് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും കുറവ് ഫീസിൽ അഡ്മിഷൻ കിട്ടുന്നത് കേരളത്തിലാണ്. പക്ഷെ പ്രൈവറ്റ് കോളേജിലൊക്കെ ഒരു 8 lakhs താഴെ ഫീസിൽ നമുക്ക് അഡ്മിഷൻ കിട്ടും. മറ്റുള്ള സ്ഥലങ്ങളിലെല്ലാം ഒരു 10 ലക്ഷം 12 ലക്ഷമൊക്കെയാണ് ഫീസ് വരുന്നത്. അപ്പോൾ കേരളത്തിലെ സ്റ്റുഡൻസിന് ഡെഫിനറ്റ്ലി ഒരു അഡ്വാൻറ്റേജ് ഉണ്ട്. ഇത് എവിടെയൊക്കെ അപ്ലൈ ചെയ്യണം, എങ്ങനെയൊക്കെ അപ്ലൈ ചെയ്യണം, എവിടേക്കാണ് ഓപ്പൺ കോട്ടകൾ ഉള്ളത്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ അറിയാനായിട്ട് ഒരു ഗൈഡൻസ് നിങ്ങൾക്ക് നിർബന്ധമായിട്ട് ആവശ്യമുണ്ട്. വിത്തൗട്ട് ഗൈഡൻസ് നിങ്ങൾ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഓപ്ഷൻ കിട്ടാതിരിക്കുകയും ഒരു പക്ഷേ നിങ്ങൾ ഡെപ്പോസിറ്റ് ഇട്ട് വെച്ചിട്ടുള്ള എമൗണ്ട് നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഓരോ റൗണ്ടിലേക്കുള്ള ഗൈഡൻസ്, കൗൺസിലിങ്ങിന്റെ ചോയ്സ് ഫില്ലിങ്, ഇതൊക്കെ അറിയാനായിട്ട് JB Edufly ആയിട്ട് ബന്ധപ്പെടുക.